Welcome to BSc Complementary Physics, Semester 3, 11th lecture. Today we begin a new chapter, diffraction. Some people will read as a diffraction. Diffraction is a chapter. BSc Complementary Physics, Semester 3, new chapter. We start today. The chapter is diffraction of light. So we can see what is diffraction. This is a simple definition. What is diffraction? The phenomenon of bending of ray of light around the edges of geometrical obstacles or the encroachment of light within the geometrical shadow is called diffraction. അതായത് ഒബ്സ്റ്റക്കിളിന് സമീപത്ത് വെച്ച് ലൈറ്റ് ചെറുതായിട്ട് വളയും, എന്നിട്ട് ഈ ലൈറ്റ് ഷാഡോയിലേക്ക് അതിക്രമിച്ച് പ്രവേശിക്കും, എൻക്രോച്ച് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ലൈറ്റ് ഒബ്സ്റ്റക്കിളിന് അടുത്ത് വെച്ച് ചെറുതായിട്ട് വളയുകയും ഷാഡോയിലേക്ക് ചെറുതായിട്ട് പ്രവേശിക്കുകയും ചെയ്യുക, അതിനെയാണ് ഈ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് വളയും ഒബ്സ്റ്റക്കിൾ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ സാധാരണ കേസിൽ നമ്മൾ പഠിക്കുന്നത് ലൈറ്റ് വളയാറില്ല, റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷനാണ് പഠിക്കുന്നത്, നേർരേഖാ സഞ്ചരണം. ലൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നേർരേഖാ സഞ്ചരണം, റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷനാണ്. ലൈറ്റ് നേരെ മാത്രമേ പോവുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് പോകുന്ന പാത്തിൽ നമ്മളൊരു വസ്തു വെക്കുകയാണെങ്കിൽ ഷാഡോ ഉണ്ടാകും. ഒരു വസ്തു, ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു ചോക്കോ അല്ലെങ്കിൽ ഒരു ബുക്കോ പിടിക്കുകയാണെങ്കിൽ അതിന് ഇതിൻ്റെ അപ്പുറത്ത്, ഇപ്പോൾ ഭിത്തിയിലാണെങ്കിൽ ഇപ്പോൾ ലൈറ്റ് ബൾബിന് താഴെ നമ്മളൊരു പുസ്തകം പിടിക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിന് കീഴെ ഒരു ഷാഡോ കിട്ടും. അപ്പോൾ ഷാഡോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ലൈറ്റ് റേയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഈ ലൈറ്റ് നേർരേഖയിൽ പോകുന്നതുകൊണ്ടാണ്. എന്നാൽ ഷാഡോ നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും, ആ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്തുള്ള ഷാഡോ കിട്ടുന്നത് അല്പം മാറി. കാരണം ലൈറ്റ് ആ ഷാഡോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എവിടെയാണ് അവിടുന്ന് ഉള്ളോട്ട് മാറിയാണ്. ലൈറ്റ് ഷാഡോയിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രവേശിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒബ്സ്റ്റക്കിളിൻ്റെ അടുത്ത് വെച്ച് ലൈറ്റ് ഒന്ന് വളയും, ചെറിയ ഒരു ബെൻഡിങ് ഉണ്ട്. അത്തരം ബെൻഡിങ്ങിനെ വിളിക്കുന്ന പോലെ ഡിഫ്രാക്ഷൻ. ദ ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് റേ ഓഫ് ലൈറ്റ് അറൗണ്ട് ദ എഡ്ജസ് ഓഫ് ജോമെട്രിക്കൽ ഒബ്സ്റ്റക്കിൾസ് ഓർ ദി എൻക്രോച്ച്മെന്റ് ഓഫ് ലൈറ്റ് വിത്തിൻ ദ ജോമെട്രിക്കൽ ഷാഡോ ഈസ് കോൾഡ് ഡിഫ്രാക്ഷൻ. ഒന്നുകൂടി പറയാം, ലൈറ്റ് നേർരേഖയിൽ പോകും. നമ്മളൊരു ഒബ്സ്റ്റക്കിൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്സ്റ്റക്കിളിന് തടസ്സം ഒരു പെൻസിൽ പിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു സൂചി പിടിച്ചാൽ മതി. അതിൻ്റെ പുറകിൽ നമുക്ക് ഒരു പേപ്പർ പിടിച്ചാൽ അവിടെ ഷാഡോ കിട്ടും. എന്നാൽ ഷാഡോ ശരിക്കും എക്സാമിൻ ചെയ്താൽ ആ ഷാഡോയ്ക്കുള്ളിലേക്ക് അതിൻ്റെ അരികിൽ ലൈറ്റ് ചെറുതായിട്ട് കയറുന്നത് കാണാം, പ്രവേശിക്കുന്നത് കാണാം ഷാഡോയിലേക്ക്. അങ്ങനെ ലൈറ്റ് ഷാഡോയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ അടുത്ത് വെച്ച് വളയുക എന്ന് പറയുന്നതാണ് ഡിഫ്രാക്ഷൻ. അപ്പോൾ 2 പോയിൻ്റാണ്. ഈ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ, നേർരേഖാ സഞ്ചരണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് നേരെ പോകും, വളയില്ല എന്ന് പറയും. ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒബ്സ്റ്റക്കിളിന് അടുത്ത് വെച്ച് വളയും എന്ന് പറയും, ബെൻഡ് എന്ന് പറയും. രണ്ടും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റാണ്, മനസ്സിലാക്കണം. രണ്ടും ഒപ്പോസിങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്നിൽ പറയും ലൈറ്റ് ബെൻഡ് ചെയ്യാറില്ല, ഇതിൽ പറയും ലൈറ്റ് ബെൻഡ് ചെയ്യും. ഇത് രണ്ടും എങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്യും? അത് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യനാണ്. ഇൻ വൺ കേസ് we say light will not bend. In this case, in diffraction, we say light bend around obstacles. How can we combine these two opposite phenomena? That we explain in an essay. Essay is very important. This is the essay. Before that, we have to study the types of diffraction. We have to understand the types of diffraction. That is a very important short answer question. There are 2 types of diffraction, Fresnel diffraction and Fraunhofer diffraction. You understand the diffraction name, Fresnel. We write as Fresnel and read as Fresnel. Fresnel diffraction and Fraunhofer diffraction. Diffraction is classified into 2, namely Fresnel diffraction and Fraunhofer diffraction. In Fresnel diffraction, either the source of light or the screen or both are at a finite distance from the obstacle causing diffraction. No lens is used. ഇത് തിയറിറ്റിക്കൽ കാൽക്കുലേഷൻ ഈസ് ഓൺലി അപ്രോക്സിമേറ്റ്. അതായത് ഡിഫ്രാക്ഷൻ സ്റ്റഡി ആയിട്ട് നമുക്ക് 3 സംഗതി വേണം. ഒന്ന്, ഈ ലൈറ്റ് ഉണ്ടാക്കുന്ന സോഴ്സ്, വിളക്ക്, ലാമ്പ്, സ്ലിറ്റ് വേണം. രണ്ടാമത്തെ, ഈ ലൈറ്റ് വന്ന് വീഴുന്ന ഒബ്സ്റ്റക്കിൾ ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഒബ്സ്റ്റക്കിൾ ഒരു ബ്ലേഡാണ് അല്ലെങ്കിൽ ഒരു മുട്ടുസൂചിയാണ്, ഒരു ബ്ലേഡാണ്, റേസർ ബ്ലേഡ് ആണെങ്കിൽ അത് ഇങ്ങോട്ട് മാറ്റി വെക്കണം. അതിനിപ്പുറത്താണ് സ്ക്രീൻ വെക്കുന്നത്, സ്ക്രീനിലാണ് നമുക്ക് ഷാഡോ കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഒരു സോഴ്സ്, സ്ലിറ്റ്, ഇങ്ങോട്ട് മാറി ഒരു 1/2 മീറ്റർ മാറി നമ്മളൊരു ബ്ലേഡ് പിടിക്കും, കുറച്ചുകൂടി മാറി ഒരു വൈറ്റ് പേപ്പർ പിടിക്കും. വൈറ്റ് പേപ്പറിൽ ഈ ബ്ലേഡിൻ്റെ ഷാഡോ കിട്ടും. അത് നേരെയൊക്കെ സഞ്ചരണമാണ്, ലൈറ്റ് നേരെ പോകുന്നതുകൊണ്ടാണ്.
ഈ ഷാഡോയിലേക്ക് ലൈറ്റ് പ്രവേശിക്കുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് 3 സംഗതി നമുക്ക് വേണം. ഒന്ന് സോഴ്സ്, ഒന്ന് ഒബ്സ്റ്റക്കിൾ, ഈ ലൈറ്റിനെ ഡിഫ്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒബ്സ്റ്റക്കിൾ, പിന്നെ നമുക്ക് ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഷാഡോ കിട്ടുന്ന സ്ക്രീൻ, ഇങ്ങനെ 3 സംഗതി വേണം ഡിഫ്രാക്ഷൻ സ്റ്റഡി ചെയ്യാൻ. ഏതൊക്കെയാണ് 3 സംഗതി? സോഴ്സ് ഓഫ് ലൈറ്റ്, ദി ഒബ്സ്റ്റക്കിൾ കോസിംഗ് ഡിഫ്രാക്ഷൻ, ആൻഡ് ദ സ്ക്രീൻ അപ്പോൺ വിച്ച് ദി ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓർ ഷാഡോ ഈസ് ഫോംഡ്. ഓൾ ആർ ഇൻ ലൈൻ, ഇവയെല്ലാം ഒരു ലൈനിലായിരിക്കണം. If it is source of a light or the screen or both, ഈ സോഴ്സും സ്ക്രീനും അല്ലെങ്കിൽ രണ്ടും ഒബ്സ്റ്റക്കിളിൽ നിന്ന് ഫൈനൈറ്റ് ദൂരത്താണെങ്കിൽ, കൃത്യമായി അളന്നെടുക്കാൻ പറ്റുന്ന ദൂരത്തിലാണ്, കൃത്യമായിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റുന്ന 1/2 മീറ്റർ 1 മീറ്റർ ദൂരത്താണെങ്കിൽ അത്ര ഡിഫ്രാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫ്രനൽ ഡിഫ്രാക്ഷൻ. ആ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം. ഇത്തരം കേസിൽ നമ്മൾ ലെൻസ് ഉപയോഗിക്കാറില്ല, ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാറില്ല. മാത്രമല്ല ഇവിടുത്തെ തിയററ്റിക്കൽ കാൽക്കുലേഷൻ, ഈ ദൂരമൊക്കെ ഫൈനൈറ്റ് ആണെങ്കിലും കൃത്യമായിട്ട് അളക്കുന്നതാണെങ്കിലും കാൽക്കുലേഷൻ അല്പം പ്രയാസമാണ്, അപ്രോക്സിമേറ്റ് ആണ്, കൃത്യമായൊരു കാൽക്കുലേഷൻ നടക്കത്തില്ല. നമ്മളെ തിയറി പറയുമ്പോഴത്തെ അപ്രോക്സിമേറ്റ് തിയറിയാണ് പറയുന്നത്. അപ്പോൾ തിയററ്റിക്കൽ കാൽക്കുലേഷൻ ഉള്ളി അപ്രോക്സിമേറ്റ്, ലെൻസ് ഉപയോഗിക്കത്തില്ല, ദൂരം ഫൈനൈറ്റ് ആണ്. അത്രയും പോയിന്റ് ഈ ഫ്രനൽ ഡിഫ്രാക്ഷനിൽ ഓർത്തിരിക്കണം. ഇനി ഫ്രാൻഹോഫർ എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കുക. ഇത് ലെങ്തിയസ് കേട്ടോ, 10-20 സ്ലൈഡ് ഉണ്ട്, അല്ലെങ്കിൽ 2 ക്ലാസ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഒഴിവാക്കിയാണ്. ഒരു 20 സ്ലൈഡ് വരും. ലെങ്തിയസ് ആൻഡ് 1 or 2 ഷോർട്ട് ആൻസേഴ്സ് ആർ ഓൾസോ ഇൻ ഇറ്റ്. നെക്സ്റ്റ് ഈസ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. The source or the screen or both are at infinite distance from the obstacle causing diffraction. Lenses are used to make rays parallel. Theoretical calculations accurate. അതാണ് രണ്ടാമത്തെ ഡിഫ്രാക്ഷൻ്റെ പേരാണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. ഇവിടെ സ്ക്രീനും പിന്നെ സോഴ്സും അല്ലെങ്കിൽ രണ്ടും ഒബ്സ്റ്റക്കിളിൽ നിന്ന് ഇൻഫിനിറ്റ് ദൂരത്താണ്, അളന്നെടുക്കാൻ പറ്റാത്ത അത്രയും ദൂരത്താണ്, വളരെ അകലെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ലെൻസ് ഉപയോഗിക്കുന്ന നമുക്ക് ഇൻഫിനിറ്റ് ദൂരം നമുക്ക് ലാമ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസ് വെച്ച് റേസിനെ പാരലാക്കും, സ്ലിറ്റിൽ നിന്ന് വരുന്ന റേസിനെ പാരലാക്കും. പാരൽ റേസ് ഇൻഫിനിറ്റിൽ നിന്ന് വരുന്നതാണല്ലോ സങ്കല്പം. അപ്പോൾ അങ്ങനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഈ ലെൻസ് ഉപയോഗിച്ച് പാരലൽ റേസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ലെൻസ് ഉപയോഗിക്കുന്ന ഡിഫ്രാക്ഷനാണ് ഫ്രാൻഹോഫർ, ലെൻസ് ഉപയോഗിക്കാത്ത ഡിഫ്രാക്ഷനാണ് ഫ്രനൽ. In Fraunhofer diffraction, the source or the screen or both are at infinite distance. ആ ഇൻഫിനിറ്റ് എന്നുള്ള വാക്ക് പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്സ്റ്റക്കിൾ കോസിംഗ് ഡിഫ്രാക്ഷൻ. ലെൻസസ് ആർ യൂസ്ഡ് ടു മേക്ക് ദി റേസ് പാരലൽ. തിയററ്റിക്കൽ കാൽക്കുലേഷൻ is accurate. The question is distinction between Fresnel diffraction and the Fraunhofer diffraction. Important short answer question. Now comes the essay, very important essay. A little lengthy essay, so you have to read it carefully. I will say all the points, but you listen carefully and read carefully. All notes, all points are given in these slides. Fresnel explanation, explanation to rectilinear propagation of light. You note the spelling of explanation. E is missing, you have to add. റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്താണത്? മലയാളത്തിൽ പറയുന്നത് ഈ പ്രകാശത്തിൻ്റെ ലൈറ്റിൻ്റെ നേർരേഖാ സഞ്ചരണം എന്ന് പറയും. ലൈറ്റ് നേരെ പോകുമെന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളാണ്. അത് ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വല്ല 8 ലെവലിലായിരിക്കും പഠിക്കുന്നത്, 7 പഠിക്കുന്നത്. റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്താണത്? ടു ഓൾ ഔട്ട്വേർഡ് അപ്പിയറൻസ് ലൈറ്റ് ഷുഡ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ വെൻ an obstacle is placed in the path of the ray, a geometrical shadow is cast. This principle has been explained by Fresnel by constructing half-period zones or Fresnel zones. ഈ ലൈറ്റ് നേരയിൽ സഞ്ചരിക്കും എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഒരു മുറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല് തുറന്നിട്ടാലും അടുത്ത മുറിയിൽ കാഴ്ച കാണത്തില്ല, കാരണം ലൈറ്റ് വളഞ്ഞു പോകാറില്ല. അതാണ് സംഗതി. ലൈറ്റ് അതിൻ്റെ ബാഹ്യമായ അപ്പിയറൻസിലെല്ലാം നേരെ പോകും എന്ന് പറഞ്ഞാൽ ലൈറ്റ് പോകുന്ന പാത്തിൽ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചാൽ, തടസ്സം വെച്ചാൽ അതിൻ്റെ ഷാഡോ ഉണ്ടാകുന്ന അർത്ഥം. When an obstacle is placed in the path of the ray, a geometrical shadow is produced, cast. അതിനെയാണ് നമ്മൾ നേരേഖാ സഞ്ചരണം എന്ന് പറയുന്നത്. ഇത്രയുള്ള ലൈറ്റ് നേരെ സഞ്ചരിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ. മലയാളത്തിൽ പറയുന്നതാണ് നേർരേഖാ സഞ്ചരണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തത്, അതായത് ഡിഫ്രാക്ഷൻ്റെ ആ ബെൻഡിങ്ങിനെ
എതിരാകാതെ ഫ്രെനൽ എങ്ങനെ നേരേഖാ സമചലനം എക്സ്പ്ലെയിൻ ചെയ്തതാണ് പറയാൻ പോണത്. ദിസ് പ്രിൻസിപ്പിൾ ഹാസ് ബിൻ എക്സ്പ്ലെയിൻ ബൈ ഫ്രെനൽ ബൈ കൺസ്ട്രക്റ്റിംഗ് ഹാഫ് പീരീഡ് സോഴ്സ് ഓർ ഫ്രെനൽ സോഴ്സ്. ഫ്രെനൽ സോഴ്സ് നിർമ്മിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹാഫ് പീരീഡ് സോഴ്സ് നിർമ്മിച്ചുകൊണ്ടാണ് ഫ്രെനൽ ഈ റെക്റ്റിലിയർ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. റെക്റ്റിലിയർ propagation of light was explained by Fresnel by constructing what is called half period source or Fresnel source, water half period source. ഈ ഒരു പടം ശ്രദ്ധിക്കുക. ഈ പടം നീറ്റായിട്ട് നോട്ട് ബുക്കിൽ വരയ്ക്കണം. എന്താണ് ഈ പടം എന്ന് പറയാം? ഹെഡിങ് നോക്കിയേ, ഹാഫ് പീരീഡ് സോഴ്സുള്ള ഹെഡിങ് ആണ്. നമ്മൾ എസ് ആരംഭിക്കേണ്ട, എസ് ആരംഭിച്ച് കഴിഞ്ഞ അവിടെ നിന്നിട്ട് തുടങ്ങണം. റെക്റ്റിലിയർ പ്രൊപ്പഗേഷൻ, ആ ഫ്രെനൽ എക്സ്പ്ലനേഷൻ തൊട്ടാണ് ഉത്തരം തുടങ്ങുന്നത്. ഫ്രെനൽ എക്സ്പ്ലനേഷൻ ടു റെക്റ്റിലിയർ പ്രൊപ്പഗേഷൻ ലൈറ്റ് എസ് ആരംഭിക്കുകയാണ്. തിരുമ്പ് പറയാം. അപ്പോൾ നോട്ട് ബുക്കിൽ ഈ പടം വരയ്ക്കണം. എന്താണ് ഈ പടം ആദ്യമേ പറഞ്ഞേക്കാം. നോക്ക്, ABCD എന്ന് ഒരു ചതുരത്തിൽ കാണിച്ചിട്ടുള്ളൂ. അത് ലൈറ്റ് വരുമ്പോൾ അതിന് വേവ് ഫ്രണ്ടാണ്. ദൂരെ ലൈറ്റ് സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വേവ് ഫ്രണ്ട് ABCD ആയിട്ട് വരച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെ ചരിച്ചു വരയ്ക്കാൻ കാരണം ഇത് ഈ പേപ്പറിന് പെർപ്പൻഡിക്കുലറാണ്, ഈ സ്ക്രീന് പെർപ്പൻഡിക്കുലറാണ്. അതുകൊണ്ട് അങ്ങനെ ചരിച്ചു വരച്ചിരിക്കുന്നത്. ആ സർക്കിളെല്ലാം വേണമെങ്കിൽ ഓവൽ ഷേപ്പിൽ വരയ്ക്കാം നമുക്ക്. കാരണം നമുക്ക് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴേ ആ ABCD വേവ് ഫ്രണ്ട് ഈ പേപ്പറിന് പെർപ്പൻഡിക്കുലറാണ്. അതുകൊണ്ട് നമുക്ക് ആ സർക്കിൾ വേണം ഓവൽ ഷേപ്പിൽ വരയ്ക്കാം. ABCD വേവ് ഫ്രണ്ട് എന്ന് പറയും, ഒരു വേവിൻ്റെ മുൻവശം. എങ്ങനെയാണ് വേവിൻ്റെ മുൻവശം ഇരിക്കുക? നമ്മളൊരു ബലൂൺ വികസിപ്പിക്കുകയാണെങ്കിൽ ആ വീർത്ത് പോകുന്ന ബലൂൺ പോലെയാണ് വേവ് ഫ്രണ്ട് ഇരിക്കുന്നത്. ആ ബലൂണിൻ്റെ സർഫസ് കുറച്ച് ഭാഗം മുറിച്ചെടുത്ത് നോക്കുക. വലുതായിട്ട് വീർപ്പിച്ച് ഒരു ബലൂണിൻ്റെ കുറച്ച് ഭാഗം മുറിച്ച് നോക്കുക ചതുരത്തിൽ. അതാണ് വേവ് ഫ്രണ്ട്. അത്തരം വേവ് ഫ്രണ്ടാണ് ABCD കാണിച്ചിരിക്കുന്നത്. ഈ ലൈറ്റ് ഒരു സോഴ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വേവ് ഫ്രണ്ടുകളായിട്ടാണ്. എക്സ്പാൻഡിങ് സ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വേവ് ഫ്രണ്ടിനെയും എക്സ്പാൻഡിങ് സ്പിയേഴ്സ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബലൂൺ വീർപ്പിച്ചാൽ വലുതാകുന്ന പോലെയാണ് ലൈറ്റ് പുറത്തേക്ക് പോകുന്നത്. അതിനൊരു പാട്ട് നോക്കിക്കഴിഞ്ഞാൽ ABCD കിട്ടും. ലൈറ്റ് ഫ്രം എ പോയിന്റ് സോഴ്സ് ഈസ് ലൈക്ക് ആൻ എക്സ്പാൻഡിങ് സ്പിയർ, എ ബലൂൺ, എ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് കോൾഡ് വേവ് ഫ്രണ്ട്. ദാറ്റ് ഈസ് ഷോൺ ആസ് ABCD. ആ ലൈറ്റ് വരുന്ന ആരോഗ്യം പ്രയോഗം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഒബ്സ്റ്റക്കിൾ വെക്കാൻ പോകുന്നത്. ഒബ്സ്റ്റക്കിളിൻ്റെ കേസുകൾ അവസാനമേ പറയുള്ളൂ. ഈ P എന്ന് പറയുന്നത് സ്ക്രീനിലെ ഒരു പോയിന്റ് ആണ്. സ്ക്രീൻ ആ P മാറി, അതായത് Oയും Pയും തമ്മിൽ അകലെ B ആണ്. 1 മീറ്ററൊക്കെ വരും. 1 മീറ്റർ മാറി Pയിൽ നമ്മളൊരു സ്ക്രീൻ പിടിച്ചിരിക്കുകയാണ്. P എന്ന് പറഞ്ഞാൽ സ്ക്രീനിലെ പോയിന്റാണ്. അപ്പോൾ ലൈറ്റ് ഈ വേവ് ഫ്രണ്ട് എങ്ങനെയാണ് Pയിൽ ഷാഡോ ഉണ്ടാക്കുന്നത്, നേർരേഖാ സംചരണം നടത്തുന്നത്, ഡിഫ്രാക്ഷനെ എതിരില്ലാതെ, അതാണ് പറയാൻ പോകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ആ വേവ് ഫ്രണ്ടിനെ നമ്മൾ ഹാഫ് പീരീഡ് സോണായിട്ട് ഭാവിക്കണം. ഹാഫ് പീരീഡ് സോൺ അതിന് ചെയ്യുന്നത് ഈ P സെൻറ്ററാക്കി B, അതായത് OP എന്നുള്ള B എന്ന് പറയുന്നത്. B വേണമെന്നില്ല, അതിന് തൊട്ട് മുകളിൽ B+λ/2, B+2 λ/2, B+3 λ/2, B+4 λ/2 എന്നിങ്ങനെയുള്ള റേഡിയസിൽ കോൺസെൻട്രിക് സ്പിയേഴ്സ് വരക്കണം. പറയുന്നത് മനസ്സിലാക്കുക. പിന്നെ കോൺസെൻട്രിക് സ്പിയേഴ്സ്, സർക്കിൾസ് അല്ല, കോൺസെൻട്രിക് സ്പിയേഴ്സ്. ആ സ്പിയേഴ്സ് ഈ വേവ് ഫ്രണ്ടിൽ സർക്കുലർ ഏരിയ കട്ടൗട്ട് ചെയ്യും. ഒന്നാമത്തെ ഏരിയയുടെ റേഡിയസ് OM1 ആണ്. രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ് OM2 ആണ്. മൂന്നാമത്തെ OM3 ആണ്. അപ്പോൾ ഒന്നാമത്തെ സർക്കിളിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. രണ്ടാമത്തിന് ഒന്നാമത്തിന് ഇടയ്ക്കുള്ള ഏരിയ സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ. മൂന്നാമത്തെ സർക്കിളിൻ്റെയും രണ്ടാമത്തെ ഇടയ്ക്കുള്ള ഏരിയ തേർഡ് ഹാഫ് പീരീഡ് സോൺ. അങ്ങനെ പോകും. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക്, അത് കുറച്ച് ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. ഇൻ ദ ഫിഗർ ABCD is a wave front. It is advancing towards the right side. ABCD. O is a midpoint of the wave front. P is a point on the screen. P is at a distance B from O. And in order to find the intensity of light at P on the screen, we divide the wave front into number of half period zones. How will you divide? With the P as center and radii equal to B+λ/2, B+2 λ/2, B+3 λ/2, etc. Concentric spheres are described, and these spheres will cut out circular areas on the wave front. The first circular area of radius OM1 is called first half period zone. The area between second circle and first circle is called second half period zone.
The area between third circle and second circle is called third half period zone, and so on. And it can be shown that area of all half period zone is a constant. So what is written we can read here. Let ABC represent a plane wavefront with its plane perpendicular to the plane of the paper. നമ്മൾ എഴുതുന്ന പേപ്പർ advancing towards a point P. Let lambda be the wavelength of light used. OP is perpendicular to wavefront. Let OP be equal to B. To find the resultant intensity of light at P, the wavefront is divided into a number of half period zones called Fresnel zones. Construction half period zones. എങ്ങനെ half period zone നിർമ്മിക്കും? With the PR center and radius equal to B plus lambda by 2. നമ്മൾ പറഞ്ഞ കാര്യമാണ്. B plus 2 lambda by 2, B plus 3 lambda by 2, etc. Concentric spheres are described. These spheres cut out circular areas. അതായത് ഹാഫ് പീരീഡ് സോൺ നിർമ്മിക്കാൻ നമ്മൾ പി സെൻറ്ററാക്കി ഈ കാണുന്ന വിലകളിൽ റേഡിയസ് ആയിട്ട് കോൺസെൻട്രിക് സ്പിയറുകൾ ഒരേ ഏകകേന്ദ്രം കോൺസെൻട്രിക് സ്പിയർ ഇമാജിൻ ചെയ്യണം. എല്ലാം സങ്കല്പമാണ്. വരയ്ക്കുമ്പോൾ ഒരു സ്പിയറാണ്. ഗോളം വരയ്ക്കുമ്പോൾ ആ ഗോളം ചെന്ന് വേവ് ഫ്രണ്ടിൽ ഒരു സർക്കിൾ ഏരിയ കട്ട് ഔട്ട് ചെയ്യും. നമ്മളൊരു വെള്ള പേപ്പറിൽ ഒരു ഗോളം അടിച്ചു കയറ്റിയിട്ട് മാറ്റിയാൽ കാണുന്നത് സർക്കിളായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു വൈറ്റ് പേപ്പറിൽ വേവ് ഫ്രണ്ട് വിചാരിക്കുക, ഒരു സ്പിയർ തള്ളിക്കയറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ആ സ്പിയർ ഊരി നോക്കിയാൽ സർക്കിൾ കാണും. ആ പേപ്പറിൽ കട്ട് ചെയ്ത് സർക്കിൾ കാണും. അതാണ് പറയുന്നത് ദ സ്പിയേഴ്സ് കട്ട് ഔട്ട് സർക്കിൾ ഏരിയാസ്. Circle areas of radius OM1, OM2, OM3, etc. on the wavefront. The area of the first circular strip is called first half period zone. The area between the second and first circle is called second half period zone, and so on. The secondary wavelengths reaching at P from corresponding points in any two adjacent zones have a path difference of lambda by 2. This is equivalent to a time difference of half a period. Hence these zones are called half period zones. നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് നോക്കുക. എന്തുകൊണ്ട് ഈ സോണുകളെ നമ്മൾ വരച്ച സോണുകളെ ആ സർക്കുലർ ഏരിയാസിനെ ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നു. നമ്മൾ റേഡിയസ് എടുത്തത് B plus lambda by 2, B plus 3 lambda by 2, 2 lambda by 2, B plus 3 lambda by 2 എന്നിങ്ങനെയാണ്. ലാംഡ ബൈ 2 പാത്ത് ഡിഫറൻസ് ആണ്. ഈ ലാംഡ ബൈ 2 പാത്ത് ഡിഫറൻസ് ഹാഫ് പീരീഡ് ആണ്, T/2 ആണ്. അതിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ ഇൻ്റർഫറൻസ് പഠിച്ചപ്പോൾ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്, ടൈം വെച്ച് ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ എന്നിട്ട് ഒരു രണ്ടാമത്തെ എഴുതിയിട്ടുണ്ട്. അതായത് എ പാത്ത് ഓഫ് ലാംഡ ബൈ 2 ഈസ് ഈക്വൽ ടു എ ടൈം ഓഫ് T/2 ഈസ് ഈക്വൽ ടു എ ഫേസ് ഓഫ് പൈ എന്നോട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും നോക്കണം. ഏതിലാണ് ആ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് പറഞ്ഞിട്ട് ഒരു ടാബുലർ കോളത്തിൽ ഒരു 3 വാല്യൂ റിലേഷൻ കാണിച്ചിട്ടുണ്ട്. T/2 ഈസ് ലാംഡ ബൈ 2, പൈ ഫേസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നിലും വരയ്ക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് കൂടി പോകുന്നത് ലാംഡ ബൈ 2 ബി പ്ലസ് ലാംഡ ബൈ 2, B plus 2 lambda by 2, B plus 3 lambda by 2 അങ്ങനെ റേഡിയസ് എടുത്താണല്ലോ ഈ സ്പീഡ് വരയ്ക്കുന്നത്. ഇപ്പോൾ ലാംഡ ബൈ 2 പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ഒരു ടൈം ഡിഫറൻസ് T/2 കറസ്പോണ്ട് ചെയ്യും. T/2 ഹാഫ് പീരീഡ്. അതുകൊണ്ടാണ് ഈ സോണുകളെ ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് ഫ്രനൽ ആയതുകൊണ്ട് അവയെ ഫ്രനൽ സോൺ എന്നും പറയും. ഇനി നമ്മൾ ഏരിയ, അപ്പോൾ വൈ ഹാഫ് ദ സോൺസ്, ഫ്രനൽ സോൺസ് ആണ് കൊണ്ട് ഹാഫ് പീരീഡ് സോൺസ് എന്ന് ചോദിച്ചാൽ ഈ പാരഗ്രാഫാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഫ്രനൽ സോൺസിനെ നമ്മൾ ഹാഫ് പീരീഡ് സോൺസ് എന്ന് പറയുന്നത്? ഇതിന് കാരണം ഇതാണ്. സെക്കൻഡറി വേവ്ലെങ്ത്സ് റീച്ചിങ് അറ്റ് P ഫ്രം കറസ്പോണ്ടിങ് പോയിന്റ്സ്
On any two adjacent zones have a path difference lambda by 2. This is equivalent to a time difference of half a period. Hence these zones are called half period zones. ഇത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. എല്ലാ സോണിനും ഒരേ ഏരിയ കേട്ടോ. ഒന്നാമത്തെ സർക്കിളിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഹാഫ് പീരിയഡ് സോൺ. രണ്ടാമത്തെ സർക്കിളിൻ്റെയും ഒന്നാമത്തെ ഇടക്കുള്ള ഏരിയയാണ് സെക്കൻഡ് ഹാഫ് പീരിയഡ് സോൺ. മൂന്നാമത്തെ സർക്കിളിൻ്റെയും രണ്ടാമത്തിന് ഇടക്കുള്ള ഏരിയയാണ് തേർഡ് ഹാഫ് പീരിയഡ് സോൺ. എല്ലാ സോണും ഒരേ ഏരിയ തെളിയിക്കാൻ പോവുക. അതാണ് പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ചെല്ലുന്നതോറും ന്യൂട്രൽ റിങ്സ് പോലെ ഒതുങ്ങി വരണം. ഏരിയ ഓഫ് ദി ഹാഫ് പീരിയഡ് സോൺ. ഏരിയ ഓഫ് ഫസ്റ്റ് ഹാഫ് പീരിയഡ് സോൺ A = π × OM1². πr² എന്ന ഫോർമുല പടം വേണം ഒന്നിട്ട് നോക്കാം. നോക്കിയാൽ സർക്കിളാകട്ടോ, സർക്കിൾ OM1 റേഡിയസ്. അപ്പോൾ അതിൻ്റെ ഏരിയ π OM1². രണ്ടാമത്തെ റേഡിയസ് OM2 ആണ്. അപ്പോൾ രണ്ടാമത്തെ സർക്കിളിൻ്റെയും ഒന്നാമത്തിന് ഇടക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഒന്നാമത്തെ ഏരിയ കുറക്കണം. π OM2² - π OM1² ആയിരിക്കും. അതാണ് ഇവിടെ എഴുതുന്നത്. നോക്കൂ, ഏരിയ ഓഫ് സെക്കൻഡ് ഹാഫ് പീരിയഡ് സോൺ A = എല്ലാ ഏരിയ സെയിമാണ്. π OM2² - π OM1². ഏരിയ സെയിമാണ് തെളിയിക്കാൻ പോവാണ്. എക്സെട്ര ഒരു ലൈൻ എക്സെട്ര എഴുതാം. എത്ര സ്റ്റെപ്പുകൾ നമുക്ക് എഴുതി പോവാം. ഏരിയ ഓഫ് nth സോൺ ഹാഫ് പീരിയഡ് സോൺ. ഹാഫ് പീരിയഡ് സോൺ HPZ എന്ന് എഴുതാം കേട്ടോ. HPZ ഹാഫ് പീരിയഡ് സോൺ. ഏരിയ ഓഫ് nth സോൺ A = π × നമ്മൾ കോൺഫാക്ട് എടുത്ത് OMN² - OMN² ഫ്രം ട്രയാങ്കിൾ OPM1 PM1² is OM1² + OP². പടത്തിലേക്ക് വീണ്ടും തിരികെ പോയിട്ട് നോക്കാം. നോക്കിയാൽ ട്രയാങ്കിൾ നോക്കിയാൽ നീളത്തിലുള്ള ട്രയാങ്കിളാണ്. സൂചി പോലെ അകത്ത് കാണുന്ന ട്രയാങ്കിളാണ്. OPM1 നോക്കുക, OPM1 ട്രയാങ്കിൾ. അത് കഴിഞ്ഞാൽ പിന്നെ OPM2 ട്രയാങ്കിൾ. അങ്ങനെയാണ് ട്രയാങ്കിൾ വരുന്നത്. ആ നീളത്തിൽ റൈറ്റിലേക്കുള്ള ട്രയാങ്കിളാണ് OPM1. ആ ട്രയാങ്കിളിൽ നമുക്ക് പൈതഗോറസ് അപ്ലൈ ചെയ്യും. അതായത് PM1² = OP² + OM1². ഈ OP എന്നുള്ള B ആണ്. PM1 എന്ന് പറയുന്നത് B + λ/2 ആണ്. അപ്പോൾ OM1 കണ്ടുപിടിക്കാമല്ലോ. OM1 കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് nth സോൺ π OMN² - π is taken out OMN-1². From triangle OPM1 PM1² is equal to OM1² + OP². നമുക്ക് OM1² ആണ് കണ്ടുപിടിക്കേണ്ടത്. OM1², OP² ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ ഓർഡർ എഴുതിയാൽ മതിയുന്നുണ്ട്. OM1² is PM1² - OP². സിമിലർലി OM2² is equal to PM2² - OP², എക്സെട്ര. എത്ര വേണമെങ്കിലും എഴുതാം. OMN² is equal to PMN² - OP². അപ്പോൾ OMN² is PMN² - OP². ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇതെന്ത് റേഡിയസ് എന്ത് സോണിൽ എത്തുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പിലുള്ള സോൺ നമുക്ക് എഴുതാൻ ഇതുപോലെ OMN-1² is equal to PM-1² - OP². മാറ്റമില്ല, മറ്റേ മാറുള്ളൂ. അങ്ങനെ എഴുതാം. ഈ രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. ആ ഒന്നാമത്തിൽ രണ്ടാമത്തെ കൊടുക്കുക. OMN² - OMN-1². OP² വെട്ടിപ്പോയിട്ട് OP² ക്യാൻസൽ. വി ഗെറ്റ് PM-n² - PM-n-1². Therefore, area of nth zone A is equal to π × OMN² - OP π × ഏരിയ ഓഫ് nth സോൺ ഈസ് നമ്മൾ നേരത്തെ എഴുതുന്നത് π × OMN² - OP² ആണല്ലോ. അതിന് പകരം ഇതെഴുതാം, PM-n² - PM-n-1² എഴുതാം. therefore ഏരിയ ഓഫ് nth സോൺ ഈസ് ഈക്വൽ ടു π × PM-n² - PM-n-1². നിങ്ങൾക്ക് സ്റ്റെപ്പ് മനസ്സിലാക്കി കാണുന്ന ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഏരിയ ഓഫ് nth സോൺ മുകളിൽ എഴുതിയിട്ടുണ്ടോ നോക്കി. ഏരിയ ഓഫ് nth സോണാണ് ആ നടുക്ക് കാണുന്ന ഇക്വേഷൻ. അത് ആ OMN-ഉം OMN-1ഉം PM-ലേക്കും PM-n-1ലേക്കും മാറ്റിയതാണ്. ഇതുപോലെ അങ്ങനെ മാറ്റി എഴുതിക്കുക. അപ്പോൾ ഏരിയ ഓഫ് nth സോൺ ഈസ് π
ഇൻറ്റു പി എം എൻ സ്ക്വയർ മൈനസ് പി എം എൻ മൈനസ് 1 സ്ക്വയർ. ഇത് നിങ്ങൾക്കറിയാം. ഈ എന്താണ് പി എം വൺ ബി പ്ലസ് ലാംഡ ബൈ 2, പി എം ടു ബി പ്ലസ് 2 ലാംഡ ബൈ 2, ഇങ്ങനെയൊക്കെ റേഡിയസ് എടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ റേഡിയസ് റിപ്പീറ്റ് ചെയ്യാൻ പി എം എൻ ആ കോൺസെൻട്രിക് സ്ഫിയർ വരച്ചത് ഇതുപോലെ റേഡിയസ് എടുത്തുകൊണ്ടാണ്. പി എം വൺ ഈസ് ബി പ്ലസ് ലാംഡ ബൈ 2, പി എം ടു ഈസ് ബി പ്ലസ് 2 ലാംഡ ബൈ 2 എക്സെട്ര. പി എം എൻ ഈസ് ബി പ്ലസ് എൻ ലാംഡ ബൈ 2, പി എം എൻ മൈനസ് 1 ഈസ് ബി പ്ലസ് എൻ മൈനസ് 1 ലാംഡ ബൈ 2. സോ ഏരിയ ഈ പി എം എൻ അതുപോലെ പി എം എൻ മൈനസ് 1 ഈ രണ്ട് വിലകളും മുകളിലത്തെ ഏരിയയുടെ ഇക്വേഷൻ അത് കൊടുക്കുക. ഈ ഏരിയയുടെ ഇക്വേഷൻ കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു പി എം എൻ സ്ക്വയർ ബി പ്ലസ് എൻ ലാംഡ ബൈ 2 ദ സ്ക്വയർ മൈനസ് ബി പ്ലസ് എൻ മൈനസ് 1. എൻ മൈനസ് 1 ബ്രാക്കറ്റാണ്. ആ മുകളിലത്തെ ബാറ് ബ്രാക്കറ്റായിട്ട് വിചാരിച്ചോളാം. എൻ മൈനസ് 1 ലാംഡ ബൈ 2 ദ സ്ക്വയർ. ഇനി നമ്മൾ സിംപ്ലി സ്ക്വയർ എ മൈനസ് ബി അല്ലെങ്കിൽ എ പ്ലസ് ബി എന്നുള്ള മോഡൽ എ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന മോഡൽ സ്ക്വയർ ചെയ്യുക. എ ഇസ്ക്വൽ പൈ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എൻ ലാംഡ പ്ലസ് എൻ സ്ക്വയർ ലാംഡ സ്ക്വയർ ബൈ 4 മൈനസ് ബ്രാക്കറ്റ് ബി സ്ക്വയർ മൈനസ് പ്ലസ് ബി ഇൻറ്റു എൻ മൈനസ് 1 ലാംഡ പ്ലസ് എൻ മൈനസ് 1 ബൈ 4 എൻ മൈനസ് 1 സ്ക്വയർ ബൈ 4. Next step, remove the bracket. Bracket is removed and cancel. Remove the bracket and cancel plus minus terms. That is b square. Remove the bracket and cancel terms. And finally we get, we remove the bracket, that ringtone indication is shown. So you look here carefully, you can remove the bracket. Then lambda square term is, lambda is very small, lambda square term is too small. So we can ignore it. In the above first equation, minus b square plus b square cancel, bn lambda minus bn lambda cancel. Then the remaining terms we have written. Of these terms, lambda is since lambda is a small quantity, lambda square is too small, we can ignore. So inside the bracket we get only b lambda. So area is pi b lambda. You look the equation. We have written in the margin lambda square term is small, so negligible. I think the top expression is clear for you. B square bn lambda plus n square lambda square by 4 minus b square minus bn lambda plus b lambda minus n minus 1 by 4 n minus 1 square by 4. Plus minus terms cancel. Lambda square being too small we can neglect. We get a is pi by lambda. Finally a is pi b lambda. And this expression is independent of n. You hear ഈ expression independent of n ആണ്. എത്രാമത്തെ ഹാഫ് പീരിയഡ് സോൺ നമുക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സോണും ഒരേ ഏരിയ എന്നാണ്. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദി എന്ത് ഹാഫ് പീരിയഡ് സോൺ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n. So all the half period zones are of equal area. That's the point. എല്ലാ സോണും ഒരേ ഏരിയ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോഴേ ഷോർട്ട് ആൻസർ അടിക്കാൻ നോക്കും, വാട്ട് ഈസ് എ ഹാഫ് പീരിയഡ് സോൺ. അങ്ങനെ ചോദിച്ചാൽ 2 മാർക്കിന് ചോദിച്ചാണെങ്കിൽ എല്ലാം എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ആ പടം വരച്ച് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് പറയണം. ഏതാണ് ഈ പടം വരച്ചിട്ട് ആ പടത്തിൽ കാണുന്നതാണ് സോണ്, അതിന് കൺസ്ട്രക്ഷൻ എന്ന് പറയണം. എന്നിട്ട് ഇതാണ് കൺസ്ട്രക്ഷൻ അതൊന്ന് പറയണം. എന്നിട്ട് ഏരിയ ഓഫ് ഹാഫ് പീരിയഡ് സോൺ കോൺസ്റ്റന്റ് എന്ന് പറയണം. എ ഈക്വൽ പൈ ബി ലാംഡ എന്ന് പറയണം. അത്രയും പറഞ്ഞാൽ മതി. പടം വരക്കണം, കൺസ്ട്രക്ഷൻ പറയണം, ഏരിയ പൈ ബി ലാംഡ എന്ന് മാത്രമേ എഴുതണം. 2 മാർക്കിന് ചോദ്യമാണെങ്കിലാണ്. വാട്ട് ഈസ് ഹാഫ് പീരിയഡ് സോൺ എന്ന് ചോദിച്ചാൽ പറയേണ്ടത്, യു ഹാവ് ടു റൈറ്റ് ഡ്രോ ദ ഫിഗർ, റൈറ്റ് ഈസ് കൺസ്ട്രക്ഷൻ, all half period zones are of equal area, that is a is equal pi b lambda, where b is the distance between screen point b and the center of the wavefront,
ലാംഡ ഇസ് വേവ് ലെങ്ത്. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ഓഫ് എൻ ആയതുകൊണ്ട് എല്ലാ സോണും ഒരേ ഏരിയ എന്ന് പറയും. ഇനി നമ്മൾ ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ പറയാൻ കേട്ടോ. ഇറ്റ്സ് എ ബിറ്റ് ലെങ്തി. എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഐ. ഇൻറ്റൻസിറ്റി എന്തിനെയൊക്കെ ആശ്രയിക്കും? The disturbance at a point due to half-period zone depends on area of the zone, the distance of the zone, and obliquity factor of the zone. ഇതൊരു ഷോർട്ട് ആൻസർ ഉണ്ടാവും. ഓൺ വാട്ട് ഫാക്ടേഴ്സ് ദ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡിപ്പെൻസ്. അങ്ങനെ ചോദ്യമുണ്ട്. ഓരോ ഹാഫ്-പീരിയഡ് സോഴ്സും ഒരു ലൈറ്റ് സോഴ്സ് പോലെ, ചെറിയ സോഴ്സ് പോലെ വിചാരിക്കാം. ഒരു സോൺ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ലൈറ്റ് ഉണ്ടാക്കും. ഈ ലൈറ്റ് അളക്കുന്ന ടേമാണ്, ഇൻറ്റൻസിറ്റി അളക്കുന്ന ടേമാണ് ഡിസ്റ്റർബൻസ്. ലൈറ്റ് ഏതെങ്കിലും പോയിന്റ് കൂടുതലുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റർബൻസ് കൂടുതലുണ്ടെന്ന് അർത്ഥം. ഇങ്ങനെയുള്ള പറയും. നിങ്ങൾ പിന്നെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വേവ് തിയറി. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റർബൻസ് വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പറയുന്നത്. അപ്പോൾ ഒരു ആപ്പിൾ സോൺ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് ലൈറ്റിൻ്റെ അളവാണത്. 3 ഫാക്ടറിനെ ആശ്രയിക്കും. ഏരിയ ഓഫ് ദ സോൺ, അപ്പോൾ അതെല്ലാ സോണിനും കോൺസ്റ്റൻ്റ് ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദി സോൺ, ആ പോയിന്റിൽ നിന്ന് സോൺ എത്ര അകലെയാണ്. ഇപ്പോൾ ഹയർ സോണിലേക്ക് പോകുമ്പോൾ അകലം കൂടും. നമ്മുടെ ഒബ്ലിക്വിറ്റി ഫാക്ടർ ഓഫ് ദ സോൺ, ആ സോണിൻ്റെ ചരിവ്, ആ ലൈൻ ഒ പിയിൽ നിന്ന് എത്രമാത്രം ചരിഞ്ഞാണ് ഓരോ സോണും കിടക്കുന്നത്, അതിനാശ്രയിച്ചിരിക്കും. സിൻസ് ഓൾ സോൺസ് ആർ ഓഫ് ഈക്വൽ ഏരിയ, by each zone since all zones are of equal area, ഒരു ലൈൻ അവിടെ മിസ്സാന്ന് തോന്നുന്നു. The disturbance by zone is constant. Each zone gives same disturbance, but distance and obliquity increase. That is the point. Since all zones are of equal area, disturbance, the area of the zone is not a factor to contribute disturbance, but the distance and obliquity increase with the order of the zones. Therefore, disturbance at P due to the outer zones will be smaller than the inner zones. അപ്പോൾ ഒരു സോൺ ഒരു ചെറിയ ലൈറ്റ് സോഴ്സായിട്ട് വിചാരിക്കാം. അത് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടാക്കും. എല്ലാ സോണിനും ഏരിയ സെയിം ആയതുകൊണ്ട് ഏരിയ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലെ ഡിസ്റ്റർബൻസിലെ ഫാക്ടർ അല്ല. പക്ഷേ ഡിസ്റ്റൻസ് ഒബ്ലിക്വിറ്റിയും കൂടുന്നതുകൊണ്ട് ഈ പുറമേയുള്ള സോൺ ലൈറ്റ് കുറച്ച് കൊടുക്കുകയുള്ളൂ. Therefore, disturbance at B due to the outer zones will be smaller than that due to inner zones. ഈ ഡിസ്റ്റർബൻസിന് നമ്മൾ ഓരോ സിമ്പിൾ കൊടുക്കാൻ പോവുകയാണ്. ലെറ്റ് D1, D2, D3 etc. be the disturbances at P due to the secondary wavelets from first, second, third, etc. zones. These D1, D2, D3 etc. are decreasing order and also. അതായത് അപ്പോൾ ഒന്നാമത്തെ സോണും രണ്ടാമത്തെ സോണും ഒക്കെ ഏരിയ സെയിം ആണെങ്കിലും അവ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് സെയിം അല്ല. കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്, ഈ PM1 PM2 ആ ദൂരം കൂടുതലാണ്, മാത്രം ചരിവ് കൂടുതലാണ്, ചരിഞ്ഞാണ് കിടക്കുന്നത്. ആ കാരണം കൊണ്ട് ഓരോ ഹയർ സോണും പിയിലുണ്ടാക്കുന്ന ലൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. D1, D2, D3 ഡിസ്റ്റർബൻസ് ആണെങ്കിൽ, ഓരോരോ സോണിൻ്റെ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഇവ ഡിക്രീസിങ് ഓർഡറിലാണ്. Then D1, D2 etc. are decreasing order. ഡിക്രീസിങ് ഓർഡർ എന്ന് മാത്രമല്ല, അവ ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. D2 എന്ന് പറഞ്ഞാൽ D1 + D3/2 ആയിരിക്കും. ഓരോ സോണും പോയിന്റ് പിയിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് D1, D2, D3 എന്നിങ്ങനെയാണ്. അവ ഡിക്രീസിങ് ഓർഡറിലാണ്. അതിൻ്റെ കാരണം ഏരിയ സെയിം ആണെങ്കിൽ കൂടി, എല്ലാ സോണുകൾക്കും ഏരിയ സെയിം ആണെങ്കിൽ കൂടി, ഓരോ സോണിനും ഏരിയ സെയിം ആണെങ്കിൽ കൂടി അവയുടെ ഡിസ്റ്റൻസും ഈ ഒബ്ലിക്വിറ്റി ചരിവും കൂടുന്നത് കാരണം ഇവയെല്ലാം ഡിക്രീസിങ് ആണ്.
ഡിക്രീസിങ് എന്ന് മാത്രമല്ല, ഈ D1 D2 D3 എല്ലാം ഒരു ജോമെട്രി, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരും. ഒരു ടേം ഇപ്പോൾ നടുക്കുള്ള ടേം അപ്പുറം ഇപ്പുറമുള്ളതിൻ്റെ പിന്നെ ആവറേജാണ്. അതാണ് ഇരിക്കുന്നത്. D2 is D1 plus D3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ D2 റൈറ്റിലേക്ക് കൊണ്ടുവരാമല്ലോ. അപ്പോൾ D1/2 മൈനസ് D2 പ്ലസ് D3 0, D3/2 0 എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാം. D1/2 മൈനസ് D2 പ്ലസ് D3/2 0. അങ്ങനെ കുറേ ടൈം എഴുതാം. ഏതൊക്കെയാണെന്ന് നോക്കി. മാത്രമല്ല, അപ്പോൾ അങ്ങനെ എഴുതിയ D1/2 മൈനസ് D2 പ്ലസ് D3/2 0 ആയിരിക്കും. അതേപോലെ മറ്റു ടേബിൾക്ക് എഴുതാം. ഇപ്പോൾ D4 ഇടയ്ക്കെടുത്ത് കഴിഞ്ഞാൽ D3/2 മൈനസ് D4 പ്ലസ് D5/2 0 ആയിരിക്കും. പിന്നെ D5/2 മൈനസ് D6 പ്ലസ് D7/2 0 ആയിരിക്കും. അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം. സോ ഓൺ അങ്ങനെ എഴുതാം. ഇത് മാത്രമല്ല, ഫർദർ ദി സെക്കൻഡറി വേവ്ലെറ്റ്സ് റീച്ചിങ് അറ്റ് P ഫ്രം കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് ദി അഡ്ജസൻറ്റ് സോൺസ് ഡിഫറൻറ്റ് പാത്ത് ബൈ λ/2 ഹെൻസ്. അപ്പം നമ്മൾ ഓരോ സോണിലേക്ക് പോകുമ്പോൾ ഈ λ/2 പാത്ത് റിവേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. λ/2 പാത്ത് കൂടിക്കഴിഞ്ഞാൽ ഈ ബ്രൈറ്റ്നസ് കണ്ടീഷൻ ഡാർക്കായിട്ട് മാറും. നമുക്കറിയാം, ഇപ്പോൾ ഡെൽറ്റൈസ് ബ്രൈറ്റ്നസ് കണ്ടീഷൻ ഇൻ്റർഫറൻസിൽ ഒരു λ/2 കൂടി കൂട്ടി നോക്കിയേ. 2n+1 പ്ലസ് λ/2 n പ്ലസ് λ/2 എന്ന് പറഞ്ഞാൽ 2n+1 λ/2. അത് ഡാർക്ക്നെസ് കണ്ടീഷനാണ്. അപ്പോൾ ഓരോ സോണും തമ്മിൽ λ/2 പാത്ത് ഡിഫറൻസ് ഉള്ളത് കാരണം ഇവ ഈ ഒന്നിടവിട്ട സോണുകൾ ബ്രൈറ്റ്നെസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇടയ്ക്കുള്ള സോണുകൾ ഡാർക്ക്നെസ് ഉണ്ടാകും. അതാണ് പറയുന്നത്. ഫർദർ ദ സെക്കൻഡറി വേവ്ലെറ്റ്സ് അറ്റ് P ഫ്രം കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് അഡ്ജസൻറ്റ് സോൺസ് are different path by λ/2. Hence D1, D2, D3, etc. are taken as positive. Then D2, D4, D6, etc. are to be taken as negative. അപ്പോൾ അഡ്ജസൻറ്റ് സോൺസ് തമ്മിൽ λ/2 പാത്തുള്ളത് കാരണം ഒന്നിടവിട്ട സോണുകൾ പോസിറ്റീവ് ലൈറ്റും ഇടക്കുള്ള സോണുകൾ നെഗറ്റീവ് ഡിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പോൾ D1, D3, D5 അങ്ങനെ ഓരോ ടേംസ് നമുക്ക് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ D4, D6, D8 ഒക്കെ നെഗറ്റീവായിട്ട് എടുക്കണം. Therefore, resultant amplitude due to the entire wavefront, that is A, equal to D1 minus D2 plus D3 minus D4 plus D5 minus D6 plus D7 minus etc. നിങ്ങൾ നോക്കുക, എല്ലാ സോണും കൂടി ആ പടത്തിൽ P എന്നുള്ള പോയിന്റിൽ ഡിസ്റ്റർബൻസ് ലൈറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് എഴുതേണ്ട ഇക്വേഷൻ ആകെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. A is equal to D1 plus D2 plus D3 plus D4 plus D5 എന്നിങ്ങനെ എഴുതേണ്ടിരുന്നത്. പക്ഷേ നമ്മളിവിടെ ഒന്നിടവിട്ട ടൈം മൈനസ് എടുക്കും. എന്താണ് കാരണം? ഓരോ സോണിലേക്കും ഇപ്പോൾ ഒന്നാമത്തിൽ നിന്ന് സോണിൽ നിന്ന് രണ്ടാമത്തിലേക്ക് മൂന്നാമത്തിലേക്ക് പോകുമ്പോൾ λ/2 പാത്ത് ഡിഫറൻസ് ഉണ്ട്. λ/2 പാത്ത് മാറിക്കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കണ്ടീഷൻ ഡാർക്ക്നെസ് ആയിട്ട് മാറും. അതുകൊണ്ട് 1, 3, 5 ടൈമെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ 2, 4, 6 ടൈമെല്ലാം നെഗറ്റീവ് ആണെന്ന്. അതുകൊണ്ടാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ ആംപ്ലിറ്റ്യൂഡ് D1 മൈനസ് D2 പ്ലസ് D3 മൈനസ് D4 പ്ലസ് D5 അങ്ങനെ എടുക്കണം. ഓൾട്ടർനേറ്റ് ടേംസ് മൈനസ് എടുക്കണം. കാരണം ഓൾട്ടർനേറ്റ് സോണിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോ സോണിൽ λ/2 പാത്ത് മാറുന്നതാണ് കാരണം. ഇനി ഈ കാണുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ A is D1 മൈനസ് D2 പ്ലസ് D3 മൈനസ് D4 പ്ലസ് D5,
അതെല്ലാവരും കൂട്ടി എങ്ങനെയാണ് D1/2 ആക്കി നോക്കുക. ആദ്യത്തെ ടേമിൻ്റെ പകുതി ആക്കുന്നത് എങ്ങനെയാണ് നോക്കുക. ആ കാൽക്കുലേഷൻ നമ്മൾ ഈ ടെസ്റ്റ് നോക്കിയാൽ മനസ്സിലാകത്തില്ല. കാരണം ടെസ്റ്റിനകത്ത് ഇങ്ങനെ എഴുതത്തില്ല. ക്ലാസ്സിൽ ഈ അധ്യാപകൻ ടീച്ചർ പറയുന്നത് തന്നെ കേട്ടാലേ മനസ്സിലാവുള്ളൂ. ടെസ്റ്റിനകത്ത് അവർ നേരിട്ട് റിസൾട്ട് എഴുതുകയുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കണം എങ്ങനെയാണെന്ന് നോക്കി. ഫസ്റ്റ് ടൈം ആ D1 നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചെഴുതും. D1/2 + D1/2 പകുതിയായിട്ട് എഴുതും. സെക്കൻഡ് ടൈം -2 അതുപോലെ എഴുതും. D3 അത് D3/2 എന്ന് എഴുതും. പിന്നെ D4 അതുപോലെ കൊടുക്കും. D5/2 എന്ന് എഴുതും. അതായത് ഈ ഓഡ് ആയിട്ട് വരുന്ന സഫിക്സ് വരുന്ന ടേബിളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഈവൻ ആയിട്ടുള്ള മൈനസ് ടേബിൾ അതുപോലെ എഴുതും. എന്നിട്ട് ആ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ബോക്സ്. ആ ബോക്സ് വരുന്നതെല്ലാം 0 ആയിട്ട് മാറും. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഈ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പുകൾ എല്ലാം 0 ആണ്. അതുകൊണ്ട് ആ ബോക്സ് വരച്ച് നമ്മൾ അതെല്ലാം അങ്ങോട്ട് 0 ആക്കണം. ബോക്സ് വരച്ച് ഇതെല്ലാം അങ്ങോട്ട് 0 ആക്കണം. എല്ലാം 0 ആക്കി അവസാനം ഒരു D1/2 വരും. അത് ഈ D1, D2, D3 ഡിക്രീസിങ് ഓർഡറിലാണല്ലോ. അപ്പോൾ അത് നെഗ്ലിജിബിളാണ്. അപ്പോൾ A = D1/2. അപ്പോൾ എല്ലാ സോണും ഈ ആ വേവ് ഫ്രണ്ടിലുള്ള എല്ലാ സോണുകളും കൂടി, എല്ലാ ഹാഫ് പീരീഡ് സോണുകളും കൂടി പിയിൽ ഉണ്ടാക്കുന്ന റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സോൺ തനിച്ചുണ്ടാക്കുന്നതിൻ്റെ പകുതിയാണ്. D1/2 ആണ്. ഒന്നാമത്തെ സോൺ D1 ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പകുതിയെ എല്ലാ സോണും കൂടി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എന്താ കാരണം? ആൾട്ടർനേറ്റീവ് സോൺസെല്ലാം നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നെഗറ്റീവ് ഡിസ്റ്റർബൻസാണ് ഉണ്ടാക്കുന്നത്. ആ കാര്യം. അപ്പോൾ A is D1/2 അപ്രോക്സിമേറ്റ്ലി. പിന്നെ ഇൻറ്റൻസിറ്റി എപ്പോഴും ഈ ഡിസ്റ്റർബൻസിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷണൽ ആട്ടോ. ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷണലാണ്. I = A² പ്രൊപ്പോർഷണൽ D1/2², I = D1²/4. അപ്പോൾ എല്ലാ സോണുകളും കൂടി പിയിൽ ഉണ്ടാക്കുന്ന ആ ഇൻറ്റൻസിറ്റി D1²/4 ആണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വി ആർ ഡിസ്കസിങ് റെക്ടിലിയർ പ്രൊപ്പഗേഷൻ. ലൈറ്റ് ഈ സപ്പോസ് ടു ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിൻ്റെ നേർരേഖാ സഞ്ചരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒബ്സ്റ്റക്കിൾ ലൈറ്റ് പോകുന്ന പാത്തിൽ വെച്ചാൽ ഷാഡോ ഉണ്ടാകും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ചെയ്തത് സോണിൻ്റെ ഏരിയ കണ്ടു, ഡിസ്റ്റർബൻസിൻ്റെ രീതിയിൽ കണ്ടു. എല്ലാ സോണും കൂടി ആക്റ്റീവ് ആണെങ്കിൽ പിയിൽ ഉണ്ടാക്കുന്ന ആകെ ഇൻറ്റൻസിറ്റി I = D1²/4 എന്ന് പറഞ്ഞു. ഇനിയാണ് ഒബ്സ്റ്റക്കിൾ വെക്കുന്ന കാര്യം പറയുകയും ലൈറ്റ് ഒരു ഷാഡോ പിയിൽ ഓയിൽ ഒബ്സ്റ്റക്കിൾ വെച്ചാൽ പിയിൽ ഷാഡോ ഉണ്ടാകുന്ന കാര്യം പറയാൻ പോകുന്നു. പടത്തിൽ ഓർക്കുക, വേവ് ഫ്രണ്ടിൻ്റെ സെൻറ്ററാണ് O. പി എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറിയുള്ള സ്ക്രീനിലെ പോയിൻ്റാണ്. OP ദൂരാണ് B എന്ന് ആ പടം ഒന്ന് റീകാൾ ചെയ്യുക. റൈറ്റ്. Case obstacle. If a small obstacle placed to cuts off first half period zone, first SP is the resultant amplitude P is given by. നമ്മൾ ഓയിൽ വെക്കുന്ന ആ ഒരു ഒബ്സ്റ്റക്കിൾ ഒന്നാമത്തെ സോണിനെ കട്ട് ചെയ്താൽ നമുക്ക് ഒന്നാമത്തെ ടൈം കാണത്തില്ല, D1 കാണത്തില്ല, ബാക്കി കിട്ടും -D2 + D3 -D4 + D5 എന്നുള്ള എക്സ്പ്രഷൻ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡായിട്ട് കിട്ടുന്നത്. അത് നമുക്ക് പഴയപടി കൂട്ടിയെടുക്കാം കേട്ടോ. പഴയപടി ഈ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ D2 അതുപോലെ D2/2 എഴുതണം. -D2/2 എഴുതണം. D3 ആണ് തന്നെ എഴുതണം. എന്നിട്ട് D4 -D4/2 -D4/2 എഴുതണം. എന്നിട്ട് നേരത്തെ പറഞ്ഞ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ റൂൾ കൊടുക്കണം, അരിത്തമെറ്റിക് മീനിൻ്റെ. അപ്പോൾ നമുക്കത് -D2/2 ആയിട്ട് കിട്ടും. ഇൻറ്റൻസിറ്റി ഇതിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷൻ ആണല്ലോ. അപ്പോൾ മൈനസ് ആണെങ്കിലും സ്ക്വയർ ആണ്, പ്ലസ് കിട്ടും. I = D2²/4. അപ്പോൾ ഒബ്സ്റ്റക്കിൾ ഒരു സോൺ കട്ട് ചെയ്താൽ നമുക്ക് D2²/4 എന്ന് കിട്ടും. ഒരു സോൺ കട്ട് ചെയ്താൽ കേട്ടോ. ഓയിൽ വെക്കുന്ന ഒബ്സ്റ്റക്കിൾ ഒരു ഹാഫ് പീരീഡ് സോൺ കട്ട് ചെയ്താൽ P എന്നുള്ള സ്ക്രീനിലെ പോയിന്റിൽ കിട്ടുന്ന ലൈറ്റ് I is D2²/4 ആണ്. If the obstacle cuts off first 2 space, 2 സോൺ കട്ട് ചെയ്താൽ I = D3²/4, etc. And if the obstacle cuts off first n space, I = Dn+1²/4. അപ്പം അങ്ങനെ വെക്കുന്ന ഒബ്സ്റ്റക്കിൾ ഇങ്ങനെ കൂടിയ എണ്ണം ഹാഫ് പെർസെൻറ്റ് കട്ട് ചെയ്താൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ താഴ്ചയാണ് കാണുന്നത്.
എൻ സോൺ കട്ട് ചെയ്താൽ ലൈറ്റിൻ്റെ അളവ് ഐ പ്രപ്പോർഷണൽ ടു dn + 1 square/4 ആയിരിക്കും. ഇനി പറയുന്ന പോയിന്റ് ഒന്ന് ശരിക്കും കേട്ടോളാം. ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് വെരി സ്മോൾ. അതാണ് പോയിന്റ്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വളരെ ചെറുതാണ്. ഹെൻസ് ഏരിയ ഓഫ് സ്പീസ് ഈസ് വെരി സ്മോൾ. അതുകൊണ്ട് സോണിൻ്റെ ഏരിയ വളരെ ചെറുതാണ്. ഈവൻ എ സ്മോൾ ഒബ്സ്റ്റക്കിൾ വിൽ കട്ട് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സോൺസ്. ഒരു ചെറിയ വസ്തു പോലും വളരെ എണ്ണം സോൺസിനെ കട്ട് ഓഫ് ചെയ്യും. സിൻസ് d1, d2, d3 etc. are gradually decreasing, their squares decrease more rapidly. d1, d2, d3 എല്ലാം ഡിക്രീസിങ് ഓർഡറിലാണ്. അവയുടെ സ്ക്വയറുകൾ പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും. ഹെൻസ് when an obstacle is placed, the intensity of illumination at p becomes. അപ്പോൾ ഒബ്സ്റ്റക്കിൾ വെക്കുമ്പോൾ, നമ്മൾ ഒരു ഒബ്സ്റ്റക്കിൾ വെക്കുമ്പോൾ ആ പിയുടെ ഇൻറ്റൻസിറ്റി ബിക്കംസ് നെഗ്ലിജിബിൾ. കാരണം dn + 1 square/4 അല്ലേ. dn + 1 എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ സംഖ്യയാണ്. നെഗ്ലിജിബിൾ. ദാറ്റ് ഈസ് എ ഷാഡോ ഒബ്സ്റ്റക്കിൾ ഈസ് കാസ്റ്റ് ഓൺ ദി സ്ക്രീൻ. അപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ വെക്കുന്ന ഒബ്സ്റ്റക്കിൾ ആദ്യത്തെ കുറച്ച് സോണിനെ കട്ട് ചെയ്താൽ ഇൻറ്റൻസിറ്റി dn + 1 square/4 ആണ്. അത് വളരെ ചെറിയ സംഖ്യയാണ്, നെഗ്ലിജിബിളാണ്. അപ്പോൾ ലൈറ്റ് നെഗ്ലിജിബിൾ, ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം പിയിലൊരു ഷാഡോ ഉണ്ടാകുന്നതാണ്. വെച്ച ഒബ്സ്റ്റക്കിളിൽ ഷാഡോ ഉണ്ടാകുന്നതാണ്. ദാസ് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഇത് അപ്രോക്സിമേറ്റ് റെക്റ്റിലി പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അങ്ങനെയാണ് പറഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ ഏകദേശ നേരേഖ സഞ്ചരണം എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഒരു പോയിന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. The rectilinear propagation of light is due to the extremely short due to its extremely short wavelength. ഈ ലൈറ്റ് നേരേഖ സഞ്ചരണം കാണിക്കാനുള്ള കാരണം അതിൽ ഏറ്റവും ചെറിയ വേവ് ലെങ്താണ്, ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്താണ്. ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് അല്ലെങ്കിൽ കൂടിയ വേവ് ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ ലൈറ്റ് ഒബ്സ്റ്റക്കിളിന് തൊട്ട് ചുറ്റിനും ബെൻഡ് അറൗണ്ട് ചെയ്യും. അപ്പം ലൈറ്റ് നേരേഖയിൽ സഞ്ചരിക്കാനുള്ള കാരണം അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്താണ്. അതിൻ്റെ ഹാഫ് പീരിയഡ് സോണിൻ്റെ ഏരിയ വളരെ കുറവായതാണ്. 5 ലാംഡ കുറഞ്ഞ ഏരിയയും കുറയും. ഇതാണ് കാരണം. അപ്പോൾ ചോദിക്കാൻ ഒരു ഷോർട്ട് ആൻസർ ഉണ്ട്. വൈ ലൈറ്റ് എക്സിബിറ്റ്സ് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ? എന്തുകൊണ്ടാണ് ലൈറ്റ് നേരേഖ സഞ്ചരണം കാണിക്കുന്നത്? നമ്മൾ പറയണം ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് എക്സ്ട്രീംലി ഷോർട്ട് വേവ് ലെങ്ത്. The area of the half period zone is very small. That is the answer. മാർക്ക് നോക്കി പറയണം. അപ്പോൾ അതിലൊരു essay question കൂടി കൊടുത്തിരിക്കുകയാണ്. essay question ആണെങ്കിൽ പെട്ടെന്ന് എഴുതിയാൽ ഈ 20 മിനിറ്റിലൊക്കെ തീരുള്ളൂ. So lengthy essay explain the rectilinear propagation of light using Fresnel theory of half period zone. That is a question. ഇനി കുറച്ച് ഷോർട്ട് ആൻസർ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ തന്നെ ഈ ലെക്ചർ അല്പം ലെങ്തി ആയി പോയി. ഒറ്റ essay നമ്മൾ ഒരു ലെക്ചറിൽ കംപ്ലീറ്റ് ചെയ്യണം, അതുകൊണ്ട് ലെങ്തി ആയത്. That is all. Thank you very much.